നമസ്കാരം. യുഎസ് ഷോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി കഴിഞ്ഞ 20 വർഷക്കാലമായി UK മലയാളികൾക്കിടയിൽ പത്രമാധ്യമ രംഗത്ത് പ്രവർത്തിച്ച് വ്യക്തി മുദ്ര പതിപ്പിച്ച ശ്രീ ഫിലിപ്പ് എബ്രഹാം. നമസ്കാരം. 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 വളരെ സന്തോഷം. യുഎസ് ഷോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് താങ്കൾ കേരള ലിങ്ക് എന്ന പത്രം UK മലയാളികൾക്കായി നടത്തി വരുന്നു. അതുതന്നെ. ഞാൻ ഈ 20 വർഷക്കാലമായിട്ട് ഇത് സ്ഥിരമായി വായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ചെറിയ A4 സൈസിലാണല്ലോ ആദ്യമായിട്ട് അന്നെല്ലാം തുടങ്ങിയത്. എന്താണ് താങ്കളുടെ ഒരു പ്രചോദനം ഇതിനുണ്ടായത്? ആദ്യമായിട്ട് തുടങ്ങിയത് ഒരു ഹോബി പോലെയാണ് തുടങ്ങിയത്. ഞാനൊരു ജേർണലിസ്റ്റ് അല്ല. ഞാൻ സ്റ്റഡീഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്. അന്ന് 1994 ഞാൻ ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചപ്പോൾ ആ കമ്പ്യൂട്ടറിൻ്റെ പവർ, അത് പേഴ്സണൽ കമ്പ്യൂട്ടർ PC ആദ്യമൊക്കെ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ പവർ മനസ്സിലാക്കിയപ്പോൾ പല കാര്യങ്ങൾ ചെയ്യാമെന്ന് അതിൽ വെച്ചാൽ അതിൽ ആദ്യമായി എനിക്ക് അന്ന് തോന്നിയത് നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ ആൾക്കാർ നാടുമായിട്ട് വളരെ വളരെ ബന്ധം കുറഞ്ഞു വരുന്ന സമയമായിരുന്നു. എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിന് മുമ്പാണ് നാട്ടിലോട്ടൊന്ന് ഫോൺ വിളിക്കുന്നത് തന്നെ ഏകദേശം £1 സംതിങ് ആണ്. അങ്ങനെ ആൾക്കാർ ഇന്നത്തെ അത്രയും റിച്ചും അല്ലായിരുന്നു അന്നൊക്കെ എല്ലാവരും വളരെ കുറഞ്ഞ രീതിയിലാണ്. ആ രീതിയിൽ ആൾക്കാർക്ക് മലയാളം സംസാരിക്കാൻ തന്നെ ഉള്ള ആ ക്വാളിറ്റി തന്നെ കുറഞ്ഞു വരുന്ന സമയമായിരുന്നു. നമ്മൾ കേരളത്തിൽ നിന്ന് വന്നവരാണ്. നമ്മളുമായിട്ടുള്ള ബന്ധം അത് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള ഒരു വിശ്വാസത്തോടാണ് തുടങ്ങിയത്. തീർച്ചയായിട്ടും അതിന് വളരെ സപ്പോർട്ടും കിട്ടി. എനിക്ക് ഓർമ്മയുണ്ട് A4 സൈസ് പേപ്പറിൽ ഒരു A3 ഷീറ്റ് ഞാൻ ഫോട്ടോ കോപ്പി ചെയ്തിട്ട് അത് മടക്കി A4 ഷീറ്റിലാണ് അത് ആദ്യം നടത്തിക്കൊണ്ടിരുന്നത്. അത് തന്നെ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അത് ആൾക്കാർ അതിനകത്തെ കാര്യങ്ങളും വളരെ ബ്രീഫായിട്ടുള്ള ആൾക്കാർക്ക് വായിക്കാൻ അതിൻ്റെ രീതിയിലാണ് അങ്ങനെ ചെയ്തത്. ഞാൻ അന്നൊരു ബിസിനസ്മാനും ഒന്നും അല്ലായിരുന്നു. എനിക്ക് ബിസിനസ്സിൻ്റെ ടെക്നിക്കുകളോ ഒന്നും മാർക്കറ്റിങ്ങോ അതുപോലെ ഒന്നും ആലോചിച്ചല്ല ഇത് തുടങ്ങിയത്. ഇതൊരു ഹോബി. അത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഒരു ഹോബിയായിട്ട് തന്നെയാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മളും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, നമുക്കതിലൊരു എന്തൂസിയാസവും ഒരു ഇൻട്രസ്റ്റും തോന്നണം. അതാണ് ഹോബി എന്ന് പറയുന്നത്. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നതാണ് ഹോബി എന്ന് പറയുന്നത്. അപ്പൊ അതില്ലാതെ മറ്റുള്ളവരെന്തോ ചെയ്യുന്നു എന്ന് കണ്ടിട്ട് അതിന് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും പരാജയം സംഭവിക്കുന്നു എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അതുപോലെ തന്നെ എത്രയും കാശുണ്ടാക്കാമെന്നുള്ള ഒരു മോഹം കൂടെ വരുന്നുടനെ അത് വേറെ മറ്റുള്ളവരെ എങ്ങനെ താഴ്ത്തു കെട്ടാനൊക്കും അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ നമുക്ക് വരും. ആ രീതിയിലല്ല കേരള ലിങ്ക്. യഥാർത്ഥത്തിൽ ഒരു പത്രത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് മറ്റുള്ളവരെ താറടിച്ച് കാണിക്കുക എന്നുള്ളതല്ലല്ലോ. നമുക്ക് വളരെ സൗമ്യമായിട്ട് ഏത് രീതിയിൽ ഒരു കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്യാം, ഒരു ഉത്തരവാദിത്വ ബോധം കൂടെ. ഇതിപ്പോ എന്റെ കയ്യിൽ ഒരു പത്രം ഇരിക്കുന്നു, എന്നാൽ ഞാൻ മറ്റേ ആളിനെ കാണിച്ചു തരാം എന്ന് പറയുന്ന ഒരു മനോഭാവം അതല്ല പത്രത്തിന്റെ ധർമ്മവും. അത് ഇപ്പം വളരെ കൂടിയിട്ടുണ്ട്. നാട്ടിലും ഇവിടെയും എല്ലാ സ്ഥലങ്ങളിലും പത്രം എന്ന് പറയുന്ന എനിക്കൊരു പവറുണ്ട്. അത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. എങ്ങനെ യൂസ് ചെയ്യാമെന്നല്ല, എങ്ങനെ മിസ്യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളിലൊന്നും പെടാതെ 20 വർഷമായിട്ട് താങ്കൾ ചെയ്തതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ആനന്ദ് TVയിൽ യുവർ ഷോ എന്ന് പറയുന്ന ഷോ തുടങ്ങിയത് തന്നെ താങ്കളെ പോലെയുള്ള വ്യക്തികളെ കണ്ടെത്തി അവരെ അംഗീകരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. പേപ്പർ തുടങ്ങിക്കഴിഞ്ഞ അന്ന് മുതൽ തന്നെ ടൂറിസം കിളന്നു വരുന്ന സമയമായിരുന്നു. അതിനുവേണ്ടി ടൂറിസത്തെ പറ്റിയുള്ള പല പോയിന്റ്സും ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ WTM വരുന്ന അവരുമായിട്ടുള്ള മീറ്റിങ്ങുകളും അതുപോലെ നാട്ടിലെ പല റിസോർട്ടുകൾക്കും സപ്പോർട്ട് കൊടുത്തു. അത് ഇനീഷ്യലി അവർക്കത് നല്ലൊരു സപ്പോർട്ടായിരുന്നു. പക്ഷേങ്കിൽ കേരളത്തിലെ റിസോർട്ടുകളെല്ലാം വളരെ നല്ലതായിട്ട് നടക്കുന്നുണ്ട്. അവർക്കൊരു ഇനീഷ്യൽ ഒരു സപ്പോർട്ട് മതി. ആദ്യമേ ഇവിടെയൊക്കെ കുറച്ചൊരു സപ്പോർട്ട് കിട്ടിയാൽ അവർക്കത് നല്ലൊരു ബെനിഫിറ്റാണ്. താങ്കൾ തന്നെ ഈ പറഞ്ഞ് പത്രധർമ്മം എന്ന് പറഞ്ഞ് തുടങ്ങിയതുകൊണ്ട് പറയുകയാണ്, എന്തായിരിക്കും ഇങ്ങനെ ഒരു പത്രധർമ്മം ഇല്ലായ്മയിൽ
ഉണ്ടാകുന്ന ദൂഷ്യം സമൂഹത്തിന്? എനിക്ക് തോന്നുന്നത് ഒരു മോഡേൺ ചിന്താഗതിയാണ്. അത് നാട്ടിൽ തന്നെയാണ് ഇത് ഉറവെടുത്തതെന്നാണ്. നാട്ടിൽ തുടങ്ങിയതാണ്. അത് നാട്ടിലെ പണ്ട് കാലം മുതലേ പല പേപ്പറുകാരുണ്ടായിരുന്ന ആൾക്കാരിൽ നിന്ന് എങ്ങനെ അവരുടെ പേരിൽ ചീത്ത പേരുകൾ ഉണ്ടാക്കി എങ്ങനെ മുതലെടുക്കാവുന്നുള്ളത് ഇത് പണ്ട് പണ്ടേ ഉള്ളതാണ്. അത് പണ്ട് മുതലേ ഉള്ളതാണ്. പക്ഷേ ഇപ്പോഴ് അത് ഇച്ചിരൂടെ കൂടി. അതിൻ്റെ ഒരു വളർച്ച എന്നേ ഉള്ളൂ. അത് എപ്പോഴും കാണും. അത് എത്രത്തോളം പൊതുജനം അതിനെ മനസ്സിലാക്കുന്നു, അതോ മനസ്സിലാക്കാതെ പോകുന്നു? തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടോ അവരെല്ലാം? തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഗോസിപ്പുകളും കാര്യങ്ങളും ഒക്കെ വായിച്ച് അതിനെ അവരെങ്ങനെ മനസ്സിൽ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ നമുക്ക് ഒരാളെ പെയിന്റ് ചെയ്ത ഒരു ബ്ലാക്ക് പെയിന്റ് ചെയ്താൽ അത് കുറച്ചുനാൾ അവിടെ കിടക്കും. അത് തന്നെയല്ല, ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ പറ്റി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, ഒരു പുകയില്ലാതെ ഒരു എന്ന് പറഞ്ഞ പോലെ അവർ പറയും ഇതിനകത്ത് എന്തോ സംഗതി ഉണ്ട് എന്നുള്ള ഒരു സംശയം കൊടുക്കാൻ കഴിയും. സംശയമെങ്കിലും കൊടുക്കാൻ കഴിയും. മാധ്യമങ്ങളല്ലേ സരിത എന്ന ഒരു ക്രിമിനലാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല, ഒരു ലേഡിയെ സൂപ്പർ സ്റ്റാറാക്കി മാറ്റിയത്. മാധ്യമങ്ങൾ ഒരുമിച്ച് നിന്ന് ചെയ്താൽ ആരെ വേണമെങ്കിലും സൂപ്പർ സ്റ്റാർ ആക്കാം. അങ്ങനെയാണ്. അത് ഇവിടെ മാത്രമല്ല, അത് നാട്ടിൽ മാത്രമല്ല, ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇവിടെയും പല പൊളിറ്റീഷ്യൻസിനെ ഇവിടുത്തെ മാധ്യമങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യും. അവരുടെ നല്ല വശങ്ങൾ മാത്രം കാണിക്കും, ചീത്ത വശങ്ങൾ. അതുപോലെ BBC-യും അതുപോലെ ചില എപ്പോഴും എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ അതൊരു എക്സ്ട്രീം ആകുന്ന ഉടനെയാണ് പ്രോബ്ലമായിട്ട് വരുന്നത്. എപ്പോഴും നമ്മുടെ ഒരു സർക്കിളിലുള്ള അവരുടെ BBC-യുടെ സർക്കിളിലുള്ള ആൾക്കാരെ അവർ എപ്പോഴും മുന്നോട്ട് കൊണ്ടുവന്നിരിക്കും. അത് എല്ലായിടത്തും നടക്കും. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ലെന്ന് പണ്ട് മുതലേ ഉള്ളതാണ്. ഈ പത്രമൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്താഗതി താങ്കൾക്ക് വന്നില്ല? നമ്മുടെ നാട്ടിലെ ചിന്താഗതി അതിനകത്തുനിന്ന് എത്രയും കാശുണ്ടാക്കുക എന്നുള്ളതാണ്. അത് തന്നെ എങ്ങനെയും കാശുണ്ടാക്കുക എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇപ്പോഴത്തെ തലമുറയുടെ ഒരു ചിന്താഗതിയാണ്. അങ്ങനെയുള്ള ഒരു ചിന്താഗതി എനിക്ക് ഇല്ല. എനിക്ക് ഈസി മണി ക്വിക്ക് മണി എന്നൊക്കെ ക്വിക്ക് മണി എന്നുള്ളതൊന്നും എനിക്ക് I worked hard in my life. I'm comfortable. I'm not going to take all this with me. അത് തന്നെയല്ല ഞാൻ ഇവിടെ പലപ്പോഴും കണ്ടിട്ടുള്ളത്, നമ്മൾ അരിച്ച് പൊരിച്ച് ജീവിച്ച് നമ്മുടെ പിള്ളേർക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചു. പിള്ളേരെല്ലാം നമ്മളെക്കാട്ടിലും നല്ല ജോലിയും അവർക്ക് അവർക്ക് പല കാര്യങ്ങളും ഈ പേരൻസിന്റെ വേണ്ട. അവർ തന്നെ പല ഫാമിലിയിലും ഞാൻ കണ്ടിട്ടുണ്ട്. പേരൻസിന്റെ അതൊക്കെ നിങ്ങൾക്ക് ഇരിക്കട്ടെ, എനിക്ക് എൻ്റെ ജോലിയുണ്ട്. നമ്മൾ പേരൻസിന്റെ പൈസ കൊണ്ട് ജീവിച്ചവരല്ലോ. അത് തന്നെ നമ്മൾ അധ്വാനിച്ച് ജീവിച്ചത്. അപ്പൊ അതിനേക്കാൾ കുറച്ചുകൂടെ അഗ്രസീവായിട്ടാണ് അടുത്ത ജനറേഷൻ വരുന്നത്. അവർക്ക് എങ്ങനെ ജീവിക്കണമെന്ന് അവർക്കറിയാവുന്നതാണ്. നമ്മൾ ഈ മറ്റുള്ളവരെ കുറിച്ച് അതും ഇതൊക്കെ പറഞ്ഞ് കാശുണ്ടാക്കിയിട്ട് വല്ല കാര്യം ഉണ്ടോ എന്നാണ് താങ്കൾ ചോദിക്കുന്നത്. അത് തന്നെ ഈ കാശൊന്നും നമ്മളെങ്ങും കൊണ്ടുപോകാൻ ഒരു സർട്ടൺ എമൗണ്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തു നിന്നുള്ള ബെനിഫിറ്റ് നമ്മുടെ ലക്ഷറി ലൈഫിലോ അതിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. വി സ്റ്റിൽ ഗോ ഇപ്പം ഇവിടുത്തെ കൂടിയ ആൾക്കാരും അവരും സെയിൻസ്ബറിയിലോ മാർക്സ് ആൻഡ് സ്പെൻസറിലോ പോയി ഷോപ്പിംഗ് നടത്തും. അത് ഇവിടുത്തെ കാശില്ലാത്തവരും കാശില്ലാത്തവരും എല്ലാവരും അവരും അവിടെ തന്നെയാണ് പോകുന്നത്. അങ്ങനെ അതിനപ്പുറം ഒരു ചെലവാക്കാനായിട്ട് വലിയ സാധ്യതയും കുറവാണ്. പിന്നെ ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആഹാരം കഴിക്കുന്നത് എന്താ? ഒരു ചായ കുടിക്കുക. എല്ലാവരും ചായ കുടിക്കില്ല. എല്ലാവരും ചായയും വേണമെങ്കിൽ ഹാരിസിൽ പോയി ചായ കുടിക്കാം അല്ലേ? But it's still the same tea. പക്ഷേ കാശ് കൂടുതൽ കൊടുക്കാനുള്ളതാണ്. I mean, this is you're just paying for the surroundings. അങ്ങനെയുള്ള ഒരു ഡിഫറൻസേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എനിക്ക് ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം ഇവിടെ വന്നിട്ടുള്ളവർക്ക് കാശ് കൂടുതലുണ്ടാക്കി അവർ വളരെ ലക്കി പീപ്പിളാണ്. ഇപ്പോൾ ഈ സെക്കൻഡ് ജനറേഷൻ ഇവിടെ വന്നിട്ടുള്ളവർ. അവർ ഇവിടെ വന്നത് ഇവിടുത്തെ വലിയ റിസഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ വന്നത്. വീടുകൾക്കെല്ലാം വളരെ വില കുറവായിരുന്നു. നമ്മളൊക്കെ വന്ന സമയത്ത് വീടുകളുടെ വില എപ്പോഴും മുന്നോട്ട് അവർക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ജോബ് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു റിസഷൻ സമയത്ത് ഒരു ജോബ് ഉള്ളവർക്ക്
എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാണ് ആ സമയത്ത്. അതുകൊണ്ട് അത് തന്നെയല്ല, അതുപോലെ വളരെ വളരെ കാര്യങ്ങളും എനിക്ക് വേറെ പറയാനുള്ളത്. നമ്മളൊക്കെ വന്ന ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലും ഒന്ന് ലീഡ്സ് വരെ ഒന്ന് പോകണമെങ്കിൽ തലേ ദിവസം പേപ്പർ ബുക്ക് എടുത്ത് അതെല്ലാം മാപ്പ് ചെയ്ത് ഇതുവഴിയാണ് പോകുന്നത്, എന്നിട്ട് ഈ നാട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് മെയിനും ഈ കാറിൽ എവിടെയെങ്കിലും പോകുമ്പോഴാണ്. വഴി തെറ്റാൻ സാധ്യതയായിരുന്നു. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹസ്ബൻഡായിരിക്കും മിക്കവാറും വഴി തെറ്റുന്നുണ്ടെ ഭാര്യ എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെയാണ് പല 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 ഡ്രൈവിംഗ്. അത് ആ ഒരു സംഗതിയാണ് ഇപ്പോഴേ അത് ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ ടോമോ അതുപോലുള്ള നാവിഗേറ്റർ നമ്മൾ കയറിയിരുന്നു ഡ്രൈവ് ചെയ്ത് പോവുക. ഞാനൊക്കെ ഡ്രൈവിംഗ് പാസ്സായ ഉടനെ ഓരോ ചിലപ്പോൾ ലണ്ടനിലൊക്കെ പോയിച്ചൊക്കെ തിരിച്ചു വരുന്നതന്നെ വഴി അറിയത്തില്ല. എവിടെങ്കിലും ഒന്ന് തെറ്റിയാൽ പിന്നെ വഴി ആകെ തെറ്റും. ഒരു സൈൻ പോസ്റ്റ് ഒന്നും കാണത്തില്ല. പിന്നെ ചിലപ്പോൾ ചില ബസ്സിന്റെ സൈൻ പോസ്റ്റും ഒക്കെ നോക്കി ലിവർപൂളിലോട്ട് പോകുന്ന ബസ്സിന്റെ ആണെങ്കിൽ അതിന്റെ പുറകെ അങ്ങ് പിടിക്കും. കാലഘട്ടം മാറുന്നതിന്റെ ലക്ഷറിയാണ് അത് ഒരു പക്ഷേ അല്ലേ. നാട്ടിലോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിനും നമ്മളൊക്കെ നാട്ടിലോട്ട് വിളിച്ചു കാര്യം പറഞ്ഞു, ഫോൺ താഴെ വെച്ചു. എന്നാൽ വേറെ എന്തോ പറയേണ്ടിയെന്നല്ല, അല്ലാതെ വേറെ കുശല പ്രശ്നങ്ങളോ പറയാൻ പറ്റില്ല, അതെല്ലാം പൈസയാണ്. ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പം നാട്ടിൽ നിന്ന് വന്നവർ അതുകൊണ്ട് ഈ 2000 കഴിഞ്ഞ് വന്നവരൊക്കെ വളരെ വളരെ ലക്കി പീപ്പിളാണ്. പക്ഷെ അവരിപ്പോൾ ബേസിക്കായിട്ട് പറയാൻ പോകുന്നത് എന്താണ്, ഇപ്പോൾ 2000 വന്നവർ ലക്കിയാണെന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ ഒരു 2014-15 ഒക്കെ വരുന്ന ആൾക്കാർ വേറൊരു തലത്തിലാണ് ഇപ്പൊ നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങളും ഒക്കെ ആയില്ലേ. അത് കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ചിട്ട് വരുന്ന പുതിയ ജനറേഷന് കിട്ടുന്ന ലക്ഷറിയാണത്. അവർക്ക് വേറെ പ്രോബ്ലം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അവരുടെ പ്രോബ്ലം നമ്മുടെ പ്രോബ്ലത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അന്ന് നമ്മൾ നാട്ടിൽ നിന്നുള്ള കണക്ഷൻ വിട്ടുപോകാനല്ല നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. ഈ പത്രത്തിൻ്റെ കൂടാതെ വേറെ ഒരു ബിസിനസ് ഫോറം തുടങ്ങിയതായിട്ട് കേട്ടല്ലോ. ബിസിനസ് ഫോറം തുടങ്ങിയത് കേരളത്തുമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് ഹെൽപ്പ് ചെയ്യാനും അവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള ഹെൽപ്പ് കൊടുക്കാനുമായിട്ടുള്ള തുടങ്ങിയത്. അത് വളരെ നല്ലതായിട്ട് പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ അതൊക്കെ വളരെ ഇച്ചിരൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊരു പേപ്പറിൻ്റെ സൈഡ് ബിസിനസ്സായിട്ട് മാത്രം ചെയ്താൽ പോരാ, അതൊരു ഫുൾ ടൈം ചെയ്യണം. പക്ഷെങ്കിൽ ഞങ്ങൾ അത് വെച്ച് മീറ്റിങ്ങുകൾ പലരും ചെയ്യുന്നുണ്ട്. ആ മീറ്റിങ്ങുകളിൽ ആൾക്കാർ നെറ്റ്വർക്ക് മീറ്റിംഗ് വന്നിട്ടുണ്ട്, പലരും ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. മേജർ ബെനിഫിറ്റ് അല്ല അവർക്ക്, ഇത് കേരള ബിസിനസ് ഫോറമാണ് ആദ്യമേ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് തമിഴ് ബിസിനസ് ഫോറം അതുപോലെ ഞാനോട് ഹെൽപ്പ് ചെയ്താണ് അതുണ്ടാക്കി. അത് കഴിഞ്ഞ് കർണാടക ആൻഡ് ബാംഗ്ലൂർ ആന്ധ്രാപ്രദേശ് ഫോറം. ആന്ധ്രാപ്രദേശിന് ഒരു ഫോറം ഉണ്ടായിരുന്നു നേരത്തെ അവരും ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് സൗത്ത് ഇന്ത്യ ബിസിനസ് ഫോറം എന്ന രീതിയിൽ സൗത്ത് ഇന്ത്യ കൗൺസിൽ ഓഫ് കോമേഴ്സ്, ബ്രിട്ടീഷ് സൗത്ത് ഇന്ത്യ കൗൺസിൽ ഓഫ് കോമേഴ്സ്, അതാണ് BSICC എന്ന പേരിൽ ചെയ്യുന്നുണ്ട്. അതിന് എല്ലാ വർഷവും പാർലമെന്റിൽ വീരേന്ദ്ര ശർമ്മ MP ആണ് അതിന്റെ ചെയർ പേട്രൺ. അത് വളരെ നല്ലതായിട്ട് പോകുന്നുണ്ട്. അത് വളരെ കാര്യങ്ങൾ ചെയ്യാൻ ആ രീതി ചെയ്യാനൊക്കും. ഇപ്പൊ ഇത്രയും 10-20 വർഷമായിട്ട് സമൂഹമായിട്ട് ഇപ്പൊ അടുത്ത് ബന്ധപ്പെടുകയും ഇങ്ങനെ പത്രത്തിലൂടെയും ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് ഈ ഒരു സമൂഹത്തിൻ്റെ വളർച്ചയിൽ താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്, ഈ 10-20 വർഷമായിട്ടുള്ള നമ്മളെ മലയാളി സമൂഹത്തിൻ്റെ വളർച്ചയെക്കുറിച്ച്? മലയാളി സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഇവിടുത്തെ വന്ന ആൾക്കാരെല്ലാം അവർക്ക് ആദ്യമേ നമ്മൾ വന്നൊരു വീട് വാങ്ങിച്ചൊന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബിസിനസ്സിലോട്ടും അതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഫാമിലിക്ക് ഒരു സെക്യൂരിറ്റി ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് പക്ഷേ എല്ലാം ചെറിയ ചെറിയ ബിസിനസ്സുകളാണ് ഇപ്പം നമ്മുടെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളർന്നു വരും.
അത് നല്ലപോലെ വളർന്നു വരും. അടുത്ത ഒരു 10 വർഷം കൂടെ കഴിയുന്ന ഒരു വലിയ മാറ്റം ഉണ്ടാകും. വലിയ മാറ്റം മലയാളികൾക്കിടയിൽ ഉണ്ടാകും. നല്ല ബിസിനസ്സുകളും വളരെ വലിയ ബിസിനസ്സുകളും ആയിട്ട് മാറുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ അതിന് തക്കവണ്ണമുള്ള ആൾക്കാർ ഇപ്പോഴും ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അവർക്ക് അതൊക്കെയുള്ള നോളജ് ഉണ്ട്. തീർച്ചയായിട്ടും ഒരു നല്ലൊരു സമൂഹമുണ്ട്. അവർക്ക് അതിനൊക്കെയുള്ള എഡ്യൂക്കേഷനും ഉണ്ട്. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഇപ്പോഴ് ഗുജറാത്തിയും പഞ്ചാബിയും കഴിഞ്ഞാൽ കേരള കമ്മ്യൂണിറ്റിയാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെങ്കിൽ നമ്മളൊരു തേർഡ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ കേരളത്തെ പറ്റി ഇവിടുത്തെ ആരും ചിന്തിക്കാറില്ല. ഏതെങ്കിലും MP-മാരോ പറഞ്ഞാലും ചിന്തിച്ചിരുന്നില്ല ഗുജറാത്ത് അത് പക്ഷേ ആയി വരുന്നു. അത് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം കൊണ്ടെങ്കിലും എടുക്കും. നമ്മുടെ 10 വർഷം കൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഇവിടെ ശരിക്കും ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും. നമുക്ക് കുറച്ചുകൂടെ ബിസിനസ് രീതിയിൽ ആൾക്കാർ മുന്നോട്ട് വരണം. എന്നാലേ നമുക്ക് UK മെയിൻ സ്ട്രീമിൽ നമുക്കൊരു റെക്കഗ്നീഷൻ കിട്ടത്തുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് ബിസിനസ്സുകാരോടും നമ്മൾ ഇവിടുത്തെ MP-മാരോടും അവരുമായിട്ടൊക്കെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമുക്ക് അത് പറഞ്ഞു വന്നപ്പോഴാണ് താങ്കൾ ഒരു കൗൺസിലർ കൂടിയാണല്ലോ. അതെങ്ങനെ സംഭവിച്ചു? നാച്ചുറലി നമ്മൾ കുറച്ച് നാൾ ഇവിടെ ജീവിച്ച് കഴിയുന്ന പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നും. ഏത് സ്ഥലത്തെ കൗൺസിലറാണ്? ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ലൗട്ടൺ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മലയാളികളുടെ എണ്ണം കുറവാണ്. എൻ്റെ വാർഡിൽ ഒരു മലയാളിയുടെ സപ്പോർട്ട് കൊണ്ട് ജയിച്ച് കൗൺസിലറായ വ്യക്തിയല്ല. ഇംഗ്ലീഷുകാരും മറ്റ് ഭാഷക്കാരും അല്ലെങ്കിൽ മറ്റ് രാജ്യക്കാരും താമസിക്കുന്ന ഒരു ഏരിയയാണ് ലൗട്ടൺ എന്ന് പറയുമ്പോൾ, ഇംഗ്ലീഷുകാർ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കൗൺസിലറായിട്ട് ജയിക്കാൻ എങ്ങനെ സാധിച്ചു? ആൾക്കാർ വോട്ട് ചെയ്യുമ്പോഴേ അവർ നോക്കുന്നത് നമ്മുടെ ഡെഡിക്കേഷൻ എന്തുവാണ്. ഞാൻ ഇവിടെ ലൗട്ടൺ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവരുമായിട്ട് ഞാൻ വളരെ അടുപ്പമുണ്ട്. അവരുടെ കാര്യങ്ങൾ, അവരുടെ ലീഫ്ലെറ്റ് എല്ലാം സപ്പോർട്ട് ചെയ്യാനും അവരുടെ ഏതെങ്കിലും പ്രോഗ്രാമിന് ചിലപ്പോഴൊക്കെ ഞാൻ പോയി ഫോട്ടോ എടുത്തവർക്ക് കൊടുക്കുവാനും അങ്ങനെ പല കാര്യങ്ങളും അവരുമായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ ചേർന്ന് കഴിഞ്ഞിട്ട് അവിടെ ഇലക്ഷൻ വന്നിരുന്നേ അവർ ചോദിച്ചു, ഡു യു വാണ്ട് ടു സ്റ്റാൻഡ്? നാച്ചുറലി സർ യെസ്. ലൗട്ടൺ റെസിഡൻസ് അസോസിയേഷന് ഒരു നല്ലൊരു പേരുണ്ടല്ല അവിടെ. മറ്റ് പാർട്ടിക്കാരെ പോലെ തന്നെ ഞങ്ങൾ ഒരു ദിവസം ഇലക്ഷൻ വരുന്നതിനെ കുറച്ച് ലീഫ്ലെറ്റ് ഇടുകയല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ അതിനുദാഹരണമാണ് താങ്കൾ അവിടെ നിൽക്കുകയും ഇംഗ്ലീഷുകാരുടെ മാത്രമുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് കൗൺസിലർ ആവാനൊക്കെ സാധിച്ചു എന്ന് പറയുന്നത്. നമ്മൾ പ്രിറ്റൻഡ് ചെയ്യണം, എത്ര കാലം പ്രിറ്റൻഡ് ചെയ്യാൻ പറ്റും? ലൗട്ടൺ എന്ന് പറയുന്നത് ഇതിന് മുമ്പ് ഞാൻ വാർഡിൽ എൻ്റെ മുന്നിലായിട്ടുള്ളൊരു BNP ആൾക്കാരായിരുന്നു ഇതിനു മുമ്പേ അവിടെ ജയിച്ചത്. ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലൗട്ടൻ്റെ ഒരു ഭാഗത്ത് വളരെ പൂർ ഏരിയയും ഉണ്ട്. വളരെ കൗൺസിൽ ഫ്ലാറ്റ്സും അവിടെ അവർക്ക് അവരുടേതായ വളരെ പ്രോബ്ലംസ് ഉണ്ട്. ആ ഏരിയയിലൊക്കെ BNP വളരെ സ്ട്രോങ് ആയിരുന്നു ആ റിസഷൻ വന്നപ്പോഴേ. പക്ഷെങ്കിൽ BNP ജയിച്ചെങ്കിലും അവരൊന്നും ചെയ്തില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ വളരെ ഒരു വലിയ അഭിനന്ദനം അറിയിക്കുന്നു. പല വീടുകളിലും ഞാൻ പോയെടുത്ത് ഞാൻ തിരിച്ചു നോക്കുമ്പോഴേ BNP ഉള്ള വീടുകളിൽ ഞാൻ പോയി നോക്കി ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ബ്രിട്ടീഷുകാർക്കൊരു വ്യൂ ഉണ്ട്. അവർ BNP എന്ന് പറഞ്ഞാലും BNPയെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും അവർ പരസ്യമായിട്ട് വളരെ ആൾക്കാർ റേഷ്യലിസം കാണിക്കത്തുള്ളൂ. അവർ ചില കാര്യങ്ങൾ ചിലർ റേസിസ്റ്റ് ആയിരിക്കും, പക്ഷെങ്കിൽ അവർ അത് പ്രൊഫഷണൽ ലൈഫിൽ ആ റേസിസം അവർ യൂസ് ചെയ്തൊന്നും ഇരിക്കത്തില്ല. അങ്ങനെ പല ആൾക്കാരോട് ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. അവർ BNPക്ക് വോട്ട് ചെയ്തവരായിരിക്കും. BNPയുടെ അതിന് മുമ്പേ നിന്ന് വേറൊരു BNPയിൽ നിന്ന് മാറിയ ഒരാൾ എനിക്ക് എതിരായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ BNP ആയിട്ടല്ല, BNP പണ്ട് BNP ആയിരുന്നു, സ്വതന്ത്രനായിട്ട് നിന്ന്. എന്നാലും BNP. പക്ഷെങ്കിൽ അവരും ഒന്നും എന്നോട്, ഞാനിപ്പോഴും അവരുമായിട്ട് വളരെ വളരെ ക്ലോസ് ആയിട്ട് അവരോട് വർത്താനം പറയും. അവർക്ക് BNPയെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് അവരുടെ കാര്യം. ഇപ്പോഴാ പ്രോബ്ലം എല്ലാം മാറി. ഞാൻ ജയിച്ചപ്പം പറഞ്ഞു അറ്റ്ലീസ്റ്റ് യു ഗോട്ട് റിഡ് ഓഫ് വൺ ഓഫ് ദി BNP കാൻഡിഡേറ്റ്. അല്ല, അത് വളരെ എക്സ്ട്രീമാണ്. BNP കാൻഡിഡേറ്റ് ജയിച്ച സ്ഥലത്ത് നിന്ന് താങ്കൾ നിന്ന് കൗൺസിലറായിട്ട് ജയിച്ചു എന്ന് പറയുന്നത് ടു എക്സ്ട്രീമാണ്. UK നടക്കാവുന്നത്. അതിനൊരു പ്രത്യേക അഭിനന്ദനം ഞങ്ങളുടെ ആനന്ദ് TVയുടെ പേരിൽ താങ്കൾക്ക് നൽകുന്നു. BNPയുടെ നാഷണൽ
കോർഡിനേറ്റേഴ്സും അതുപോലൊക്കെയുള്ള ആൾക്കാരൊക്കെ ലൗട്ടണിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവർ എന്ന് വെച്ചാൽ ചിക്വൽ എന്ന് പറയുന്നത്, ചിക്വലിൻ്റെ അപ്പുറത്തെ സ്ഥലമാണ് ലൗട്ടൺ എന്ന് പറയുന്നത്. ചിക്വലാണ് ഇവിടുത്തെ ഈസ്റ്റ് എൻഡ് എന്ന് പറയുന്നത്, ബ്രിക്ക് ലൈൻ അതുപോലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് അവിടെ നിന്ന് നല്ല ബിസിനസ്സും ഒക്കെ ചെയ്ത് കുറച്ച് അവരെ എല്ലാം കുറച്ചൊരു ഒരു ക്രൂക്സായിട്ടാണ് ക്ലാസിഫൈ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിലല്ല ബിസിനസ് അല്ലായിരുന്നു. അവരെല്ലാം വന്ന് കുറച്ച് പേര്, ഒത്തിരി പേര് ചിക്വലി വന്നിട്ടുണ്ട്. നൗ ദേ ആർ quite rich and they well off. എന്നിട്ട് അതിനകത്തുള്ള കുറേ ആൾക്കാർ ലൗട്ടണിലും വന്നിട്ടുണ്ട്. കാശൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഇപ്പോഴും ആ ചിന്താഗതി, ബേസിക് ക്വാളിറ്റി മാറത്തില്ല, അതിപ്പോഴും ഉണ്ട്. അങ്ങനെയാണ് കുറച്ച് BNP-ക്കാർ ലൗട്ടണിൽ വന്നത്. ആനന്ദ് TV-യിൽ യുവർ ഷോ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ഷോ തുടങ്ങിയത് തന്നെ താങ്കളെ പോലെയുള്ള ആൾക്കാരെ പ്രത്യേകിച്ച് കണ്ടുപിടിച്ച് നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വളരെ ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലൈഫിൽ വളരെ നല്ല പൊസിഷനിൽ ഉള്ള വളരെ ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഡെഡിക്കേഷൻ കൊണ്ടാണ് അവർ ആ പൊസിഷനിൽ എത്തിയത്. പണ്ട് തന്നെയാണെങ്കിലും നമുക്ക് ഒത്തിരി കൺസൾട്ടൻസും ഡോക്ടേഴ്സും അതുപോലൊക്കെ ഉണ്ട്. ഇപ്പം പല ഫീൽഡിലും അതുപോലുള്ള അവർക്കൊന്നും വലിയ റെക്കഗ്നീഷൻ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അവരെ കണ്ടുപിടിച്ച് നമ്മൾ സമൂഹത്തിൽ അറിയിക്കുക എന്നുള്ള ചുമതലയാണ് ഈ യുവർ ഷോ എന്ന് പറയുന്ന ഷോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നല്ലതായിട്ട് മുന്നോട്ട് വരും. അത് നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്ന് നമ്മളത് മുന്നോട്ട് വരുമ്പോഴേ വേറെ ആൾക്കാർക്ക് അതൊരു പ്രചോദനം. തീർച്ചയായിട്ടും പ്രചോദനമാണ്. ഇത്തരം ധാരാളം ആൾക്കാരുണ്ട് മലയാളത്തിൽ, റോൾ മോഡലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ധാരാളം മലയാളികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ പുറകോട്ട് മാറാതെ നമ്മൾ എന്തുവാ ചെയ്യുന്നെന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ അടുത്ത തലമുറയ്ക്കോ അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും ഉള്ള ഒരു പ്രചോദനമായിട്ട് അതിനെ മുന്നോട്ട് വരണം. അവരെ ഹെൽപ്പ് ചെയ്യത്തക്കവണ്ണം. അവർക്ക് എന്തെങ്കിലും ചിലർക്കിപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടായിരിക്കും, അത് 1-2 പേരോടൊന്ന് ചോദിക്കും. അല്ലെങ്കിൽ വേറെ കുട്ടികൾക്ക് ഈ സബ്ജക്റ്റ് പഠിക്കണമെന്നുണ്ടായിരിക്കും. ആ സബ്ജക്റ്റ് പഠിച്ചവരോട് അതിനെപ്പറ്റി ഒന്ന് ചോദിക്കുക. ധാരാളം നല്ല അച്ചീവ് ചെയ്ത കുട്ടികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ ചില ഇതിലൊക്കെ പഠിച്ചാൽ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇതെല്ലാം ഇൻ്റർനെറ്റിലൊക്കെ ഉണ്ടെങ്കിലും ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജ് എന്ന് പറയുന്ന ആ ഒരു അത് വേറെ ഒരിടത്തും അത്തരം നോളജ് ഒരു വെബ്സൈറ്റിനും കൊടുക്കാൻ. അത്തരം നോളജുകൾ യുവർ ഷോയിലൂടെ ഞങ്ങൾക്ക് നൽകാൻ കഴിയണം എന്ന് ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു ഷോ. താങ്കളുടെ വിലയേറിയ സമയം ചെലവഴിച്ച് ഞങ്ങളുടെ ഈ ഷോയ്ക്ക് വേണ്ടി ഇത്രയും സമയം തന്നതിന് ആനന്ദ് TV-യുടെ പേരിലും യുവർ ഷോയുടെ പേരിലും നന്ദി. ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി കാണും വരെ നന്ദി, നമസ്കാരം.